ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ഇതിൽ കാണിക്കുന്ന പോലെയുള്ള ഒരു ടയർ കൊണ്ട് ഒരു പ്ലാന്റർ ചെയ്യുകയാണ്. അതായത് നമുക്ക് ചട്ടിക്ക് പകരം നമുക്ക് ഒരു ഹാങ്ങിങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതിന് ആദ്യം തന്നെ ഞാനിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു വലിയ ടയർ നമ്മൾ മുറിച്ചെടുക്കണം. ഈ ബ്ലേഡ് വെച്ചിട്ടാണ് ഞാൻ മുറിച്ചത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ എല്ലാം നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇപ്പോൾ ഈ 4 പീസാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ നിന്ന് ഇപ്പോൾ ഒരു ബൈക്കിൻ്റെ ടയറിൽ നിന്ന് 4 പീസ് കിട്ടും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ വൃത്തിയായിട്ട് സോപ്പൊക്കെ ഇട്ട് വരച്ച് ഒരു ബ്രഷോ ചകിരി എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി. എന്നിട്ട് നല്ല രീതിക്ക് കളയണം. എന്നാലും മാത്രമേ നമുക്കത് പെയിൻ്റ് അടിക്കുമ്പം ഭംഗി ഉണ്ടാവുള്ളൂ. നമ്മൾ വൈറ്റ് കളറൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാക്സിമം നല്ല രീതിയിൽ വൃത്തിയാക്കി എടുത്താലേ മാത്രം പ്രൈമർ അടിക്കുമ്പോൾ നമുക്കതിൻ്റെ കളറ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഉരച്ച് വൃത്തിയാക്കി എടുത്തു. എന്നിട്ട് തുടച്ചിട്ട് നല്ല രീതിയിൽ നമ്മൾ ഉണക്കണം. ഞാനിപ്പോൾ ഡയറക്റ്റ്ലി ഉണക്കുക ചെയ്ത്. അപ്പോൾ നമുക്ക് തുടച്ച് വെച്ചിട്ട് നമുക്കത് നല്ല രീതിയിൽ ഉണക്കുക. ആദ്യം ഉണക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ പീസെല്ലാം എടുത്തിട്ട് നമ്മൾ ലൈൻസ് പോലെയൊക്കെ കൊടുക്കാനുണ്ട്. ആ ടയറിൻ്റെ ആ ഒരു ഗ്രൂവിലാണ് നമ്മൾ ലൈൻസൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 4 പീസ് കൊണ്ട് 4 വെറൈറ്റിയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം അതിനെ ഒരു ചട്ടിയുടെ രൂപത്തിലാക്കുക. അതായത് നമ്മളൊരു പ്ലാന്ററിൻ്റെ രൂപത്തിൽ, ചട്ടിയുടെ റൗണ്ട് ഷേപ്പല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു പീസ് ഞാൻ ഇതുപോലെ നിന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം അത് വിടർന്ന് നിൽക്കാൻ എത്ര വേണമെന്നുള്ള അളവ് ഞാൻ എടുത്തിട്ട് ഒരു കാർഡ്ബോർഡ് വെച്ചിട്ട് ഞാനൊരു നല്ലൊരു മരത്തിൻ്റെ കഷ്ണം എടുത്തിട്ട് അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ 4 മോഡലാണ് ചെയ്യുന്നത്. ആദ്യത്തെ ഒരെണ്ണം ഈ ഒരു മരത്തിൻ്റെ ഒരു കഷ്ണം കൊണ്ടാണ് ഞാൻ ഗ്യാപ്പ് വെച്ചിട്ട് അത് സ്ക്രൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ നമുക്ക് നല്ല ഷാർപ്പ് സ്ക്രൂ ഉണ്ട്. പിന്നെ ആണി അടിക്കാം. അതിൽ എല്ലാ മെത്തേഡും ഞാൻ ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഈ മരത്തിൻ്റെ പീസ് അതിൻ്റെ ഗ്യാപ്പിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ കുറച്ച് വിടർന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ചട്ടിയൊക്കെ കെട്ടി വെക്കാം. ചട്ടിയോടുകൂടെ നമുക്ക് ഒരു ഹാങ്ങിങ് പ്ലാന്ററായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് അപ്പോൾ അതിന് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് അതിന് സ്പേസ് വേണ്ടത് അതിനനുസരിച്ചുള്ള ഗ്യാപ്പ് നമുക്ക് കൊടുക്കാം. അതിന് ഞാൻ ഈ സ്ക്രൂ ആണ് യൂസ് ചെയ്യുന്നത്. നല്ല ഷാർപ്പായിട്ടുള്ള സ്ക്രൂ മേടിക്കാൻ കിട്ടും. 1 രൂപയാണ് ഒരു സ്ക്രൂവിൻ്റെ റേറ്റ്. അപ്പോൾ അത് നമുക്ക് അവിടെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ട് അത് കിടത്തി വെച്ചതിന് ശേഷം ഈ സാധനം നമ്മൾ അതിലേക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളത് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഈ ലെവലിലുള്ള സ്ക്രൂ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡ്രില്ല് കൊണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിയും. അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഹാമറോ സ്ക്രൂ ഡ്രൈവർ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. കുറച്ച് സൈഡിലേക്കായിപ്പോയി. ഓക്കെ, അപ്പോൾ ഇതിപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നേരെ കുറച്ച് റെഡിയാക്കി നേരെ വെച്ചതിന് ശേഷം നമ്മളൊന്നും കൂടെ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഈ പീസ് എല്ലായിടത്തും നമ്മൾ അതിൻ്റേതായ രീതിയിൽ തന്നെ നമ്മൾ ഫിറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നടുക്കൊരു പീസും കൂടെ വെച്ചാൽ അവിടെയും കുറച്ച് വെടർത്ത കിട്ടും. അപ്പോൾ അത് നമ്മൾ അവിടെയും കൂടെ ഒരു പീസ് നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഏകദേശമായി. അപ്പോൾ അതിൻ്റെ 4 സൈഡിൽ നമ്മൾ ഇതേപോലെ ഡ്രില്ല് വെച്ചിട്ട് നല്ല രീതിക്ക് നമ്മളത് ഫിറ്റാക്കി കൊടുക്കണം. അപ്പോൾ ഒരു സൈഡിൽ അത് ഫിറ്റായിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, ഏകദേശം നമുക്ക് ഈ ലെവലിൽ കിട്ടും. ഞാനിതിപ്പോൾ ഒരു ആണി വെച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്, ആദ്യം ചെറിയൊരു ഡ്രില്ലുകൊണ്ട് ഹോളാക്കിയതിന് ശേഷം അതിൽ നമ്മളൊരു ആണി വെച്ചിട്ട്, ചെറിയൊരു മുള്ളാണി മതി, അത് വെച്ചിട്ട് നമ്മൾ അടിച്ചു കൊടുത്താൽ അതേപോലെയും ചെയ്യാം. ഈ സ്ക്രൂ ഇല്ലാത്തവർക്ക് നമുക്ക് ചെറിയ ആണി വെച്ചിട്ട് നമുക്ക് ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു മോഡലും കൂടെ ചെയ്തത്. ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു കമ്പിയും കൂടെ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബൈക്കിൻ്റെ സ്പോക്ക് വീലിൻ്റെ ഒരു കമ്പി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കിട്ടാവുന്ന ഏത് കമ്പി വെച്ചിട്ട് നമുക്കങ്ങനെ ചെയ്യാം, ഹോൾസ് അടിച്ചു കൊടുത്തിട്ട്. അപ്പോൾ അതും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. എല്ലാ മോഡലും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്പോക്കിൻ്റെ കമ്പി വെച്ചിട്ട് നമ്മൾ ആ ഹോൾസ് അടിച്ച ഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് ഇത് കടത്തി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ ഡ്രില്ലിട്ട് കൊടുക്കുക. അപ്പോൾ ആ സ്പോക്കിൻ്റെ ഇത് കെട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ബിറ്റാണ് നിങ്ങൾ സൈസാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ കമ്പിയാണ് അതിൻ്റെ ഇടയിൽ കൂടെ കടത്തിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് അപ്പുറത്തേക്ക് ക്രോസ് ആയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ടിരിക്കും. അപ്പോൾ ഈ കമ്പിയുടെ അതേ വണ്ണത്തിലുള്ള ബിറ്റ് വേണം, ഡ്രിൽ ബിറ്റ് വേണം നിങ്ങൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് ലൂസായി പോകും. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് വിടർത്തി വെക്കുന്നതിനനുസരിച്ച് തന്നെ നിന്നോളും, ടൈറ്റായിട്ട് നിന്നോളും കമ്പിയിൽ. ആ കമ്പിയിൽ തന്നെ നമുക്ക് കയറ് കെട്ടിയിട്ട് തൂക്കാനും പറ്റും. അപ്പോൾ അതിൽ നമുക്ക് കയറ് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ 4 കമ്പിയുടെ ഇടയിൽ കൂടെ നമ്മൾ ഈ കയറ്, പ്ലാസ്റ്റിക്കിൻ്റെ കയറോ അല്ലെങ്കിൽ നമുക്ക് ഹാങ്ങിങ് റോപ്പ് മേടിക്കാൻ കിട്ടും. ആ റോപ്പും നമുക്ക് ഇതേപോലെ തൂക്കിയിടാൻ പറ്റും.
ആ റോപ്പ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ റോപ്പിൻ്റെ അടിഭാഗത്ത് നോർമലി ഒരു കെട്ട് വരുന്ന ആ കെട്ട് നമ്മൾ അഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ കെട്ടിയതിന് ശേഷമാണ് നമ്മൾ 4 സൈഡിലേക്കും വരുന്ന രീതിയിലുള്ള കെട്ടാക്കുന്നത്. എന്നിട്ട് നമുക്കിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിന് നമ്മൾ ആദ്യം ഒരു വൈറ്റ് പെയിൻറ്റ് അടിച്ചു കൊടുക്കുക. നമ്മൾ ഒരു 4 മോഡലാണ് ചെയ്യുന്നത്. അതിലാദ്യത്തേത് കംപ്ലീറ്റ്ലി വൈറ്റ് വിത്ത് ആ ഗ്രൂവിലൊക്കെ നമ്മളൊരു ബ്ലൂ ലൈൻസ് വരുന്ന രീതിയിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 വൈറ്റ് വിത്ത് ബ്ലൂവും 2 റെഡ് വിത്ത് ബ്ലാക്കും ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഗ്രൂവിലൊക്കെ അത്യാവശ്യം നമ്മളൊരു പ്രൈമർ കോട്ടിങ് പോലെ വൈറ്റ് തന്നെ അടിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി ഒരു ഹൈലൈറ്റ് കിട്ടും കളേഴ്സിന്. ഓക്കെ, അപ്പോൾ ഇത് ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് കുറച്ച് സ്കിപ്പ് ചെയ്യുക, കാരണം പെയിൻറ്റ് ചെയ്യാൻ നോർമലി അറിയാമല്ലോ ഇത് പെയിൻറ്റിംഗ് ആണ്. പക്ഷെ അത് അറിയാത്തവർക്കൊന്ന് കണ്ടോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാനത് കുറച്ച് ലെങ്തി വീഡിയോ ആയിട്ട് എടുത്തത്. ഇത് കുറച്ച് ലെങ്തി അല്ല, കുറച്ചായിട്ട് എടുത്തത്. അപ്പോൾ ഇത് വൈറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതിന് റെഡ് കളർ അടിച്ചു കൊടുക്കാം. അപ്പോൾ റെഡ് ഞാൻ ടെറാക്കോട്ട കളറാണ് എടുത്തിരിക്കുന്നത്, നമുക്ക് ചട്ടിക്കൊക്കെ അടിക്കുന്ന കളറ്. ആ കളറ് അടിച്ചു കൊടുക്കാം. ഇനി ഡാർക്ക് കുറച്ചുകൂടി വേണ്ടവർക്ക് ആ ലെവലിലുള്ള റെഡും എടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ടെറാക്കോട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞ് ഉണക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് 2 റെഡും 2 വൈറ്റും. ഇത് നമ്മൾ കളർ കോമ്പിനേഷൻ ചെയ്യുന്നത് ഞാൻ ഒന്നിന് ബ്ലൂ ലൈൻസ്, ആ ഗ്രൂവിലൂടെ ഞാൻ ബ്ലൂ ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് ആ ലൈൻസ് നേരെ വരുന്ന രീതിയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയിൽ തന്നെ പലതും ചെയ്യാം. ഞാനിതിലിപ്പോൾ ഒരു ഇൻസുലേഷൻ ടേപ്പ് എടുത്തിട്ട് ക്രോസ് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരളവ് കിട്ടും, എല്ലാ ലൈൻസും ഒരേ രീതിയിൽ. എന്നിട്ട് നമുക്കത് ചെറിയ മിസ്റ്റേക്ക് വന്നാലൊന്നും കുഴപ്പമില്ല. ഇതൊക്കെ ചട്ടിയിൽ നല്ല രസമാണ് കാണുമ്പം. എങ്ങനെ മിസ്റ്റേക്ക് വന്നാലും അതൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. പിന്നെ അടിഭാഗം അത്ര കാണുന്ന ഏരിയ അല്ല, എന്നാലും നമുക്ക് കാണുമ്പോൾ ഒരു കളർഫുൾ കെട്ടി തൂക്കിയിടുമ്പോൾ അടിഭാഗത്ത് നിന്ന് കാണാൻ നല്ല രസമായിരിക്കും. ഹാങ്ങിങ് ആയിട്ട് ഒരു 4 നമ്മുടെ ചുമരിൻ്റെ സൈഡിലൊക്കെ തൂക്കിയിട്ടാൽ നല്ല രസമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അടിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അടിയിൽ ഇങ്ങനെ കളർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഞാൻ അടിയിലൊരു ബ്ലൂ ലൈൻസ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് സെല്ലോ ടേപ്പ് വെച്ചിട്ട്. എന്നിട്ട് നമ്മൾ ഈ സെല്ലോ ടേപ്പ് ഉണങ്ങിയതിന് ശേഷം ഈ സെല്ലോ ടേപ്പ് നമ്മൾ പറിച്ച് കളയാം. സെല്ലോ ടേപ്പ് പറിച്ച് കളയണം. കംപ്ലീറ്റ്ലി പറിച്ച് കളയുമ്പോൾ നമുക്ക് ആ ലൈൻസ് കറക്റ്റായിട്ട് കിട്ടും, നേരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻസ് കിട്ടും ഇതിനകത്ത്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പം ഇതിൻ്റെ ഒരു സ്ട്രെയിറ്റ് ലൈന് വരുന്ന ഒരു സെല്ലോ ടേപ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 4 മോഡൽ എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിൽ 4 വരുന്നതിലുള്ള സ്ട്രെയിറ്റ് ലൈൻസ് വരുന്നതാണിത്. ഓക്കെ, അപ്പോൾ ഇതിപ്പം 2 ബ്ലൂവിലും 2 റെഡിലും ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ റെഡിൻ്റെ ഒരു ബ്ലാക്ക് ഇതെടുത്തിരിക്കുന്നത് ഹാങ്ങിങ് റോപ്പ്, അത് ഞാൻ അഴിച്ചിട്ട് ഇതിൽ കറക്റ്റ് വരുന്ന രീതിയിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഇട്ടതിന് ശേഷം അത് പുറത്ത് ഇട്ടിട്ട് കറക്റ്റ് മെഷർമെൻ്റ് ആക്കി കെട്ടി കൊടുക്കുക. അപ്പോൾ 4 കറക്റ്റ് മെഷർമെൻ്റ് ആകുമ്പോൾ നമുക്ക് കറക്റ്റ് മിഡായിട്ട് നമുക്ക് തൂക്കിയിടാൻ പറ്റും. ഒരു ഹാങ്ങിങ് റോപ്പ് അഴിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് അതേപടി ചെയ്തിട്ട് ഇതുമാണ് നമുക്ക് ഫൈനലി കിട്ടുന്നത്. ചെടി നടുന്നതിൻ്റെ മുന്നിലുള്ള ലുക്ക് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെ വൈറ്റും ഇതുപോലെ ചെയ്യുന്നുണ്ട്. ഇത് അണ്ടർപോയിന്റ് നമുക്ക് വേറൊരു സ്ഥലത്താകുമ്പോൾ നമുക്ക് താഴെ നല്ല രസമായിരിക്കും ഇത് കാണുമ്പോൾ. കുറച്ച് അപ്സ്റ്റെയർസിലേക്കാണ് ചെയ്യുന്നതെങ്കിൽ താഴെ നിന്ന് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇത് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ. ഞാൻ വൈറ്റിനൊരു ബ്ലൂ കോമ്പിനേഷനുള്ള ഇതെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ചെടി വെച്ചതിന് ശേഷം ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി ഞാൻ ബോട്ടിൽ ഓൾറെഡി വെള്ളത്തിൽ വെച്ചിരിക്കുന്ന സിങ്കോണിയാണ് എടുത്തിരിക്കുന്നത്. ആ സിങ്കോണിയൻ ഞാൻ നേരിട്ട് കയറ്റി വെക്കുകയാണ് ചെയ്തത്, എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം നിങ്ങൾ കമൻറ്റ്സ് പറയണം. അപ്പോൾ ഇതെല്ലാം കൂടെ സിങ്കോണി ഒരുമിച്ചിരിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഈ ചട്ടിയിൽ കാണാൻ. പിന്നെ മറ്റുള്ള പോട്ട്സിൽ നമ്മൾ എന്തൊക്കെയാണ് നട്ടതെന്ന് നമുക്ക് കാണാം. ഇതിൽ ഞാനൊരു കാക്ടസ് വെറൈറ്റി കുറച്ച് പടരുന്ന രീതിയിലുള്ള അതിന് ഏറ്റവും പറ്റിയ സാധനമാണ്. കാരണം നമുക്ക് നല്ല രീതിക്ക് എടുത്ത് കോമ്പിനേഷനാക്കി വെക്കാൻ പറ്റും കയറിൻ്റെ ഇടയിൽ കൂടെയൊക്കെ. പിന്നെ ഞാനൊരു സ്പൈഡർ പ്ലാന്റാണ് ചെയ്തിരിക്കുന്നത്. മറ്റേ റെഡിൽ കോമ്പിനേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ആ റെഡിൽ ഏതാ ഭംഗി ഉണ്ടാവുക അതിനനുസരിച്ചുള്ള പ്ലാന്റ്സ് ചെയ്യാം. ഇത് ആ വൈറ്റ് ലൈൻസൊക്കെ വരുന്നത് നല്ല ഭംഗിയാണ്. പിന്നെ ഇതിനകത്ത് ഞാനൊരു ഡാൻസിങ് ഓർക്കിഡാണ് ഒരെണ്ണം ചട്ടിയോടുകൂടി തന്നെ ഒരു 4 ഇഞ്ചിൻ്റെ ചട്ടിയോടുകൂടെ വെച്ചത്. പിന്നെ സിങ്കോണിയം ഇതെല്ലാം കൂടെ വെച്ച് ഞാൻ ഓർക്കിഡൊക്കെ വെച്ചതിൻ്റെ ഏരിയയിൽ എല്ലാം കൂടെ വെച്ചതിൻ്റെ ഫോട്ടോ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് കമൻറ്റ്സ് പറയണം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.